ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ജിനിഷേട്ടൻ്റെയും അനുചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന്. അപ്പോൾ ജിനിഷേട്ടൻ പറഞ്ഞിട്ടായിരുന്നു അനുചേച്ചിക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത് കേക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ വിളിച്ചോക്കെ എവിടെയാണെന്നുള്ളത് വിഷ്ണുവിന് വിളിച്ചോ. സത്യത്തിൽ എവിടെ എത്തിയെന്ന് അറിയില്ല ഇവര്. അപ്പൊ ഗൈസ് നമ്മുടെ ജിനിഷേട്ടൻ എത്താറായിട്ടുണ്ട്. നമുക്ക് നോക്കാൻ വരില്ല എന്നൊക്കെ നമ്മൾ നീ വന്നിട്ട് കാണിക്കല്ലേ, അതല്ല നല്ലത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മകനെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ജിനിഷേട്ടൻ നമ്മുടെ അനുചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്താട്ടെ. സർപ്രൈസ് ആയോ? വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാനുള്ള പ്ലാനില് കൊണ്ടുവന്നാണല്ലേ? ജിനീഷേട്ടന്റെ ഒരു തന്ത്രങ്ങളല്ല. അതെ, രാവിലെ തൊട്ടൊന്നും ചെയ്തില്ല പരാതിയായിരുന്നു. പക്ഷെ ഇതിലൊരു കാര്യം, നമുക്ക് ഇനി 2-3 പേരും കൂടി വരാനുണ്ട്. അപ്പൊ അതിന്റെ പരിപാടി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ എന്തായാലും ജിനിഷേന്റെ വക ഫുള്ള് ചെലവാണ്. നല്ല ജിനിഷേട്ടാ അതെ. പിന്നെ അപ്പൊ എല്ലാവരും വെഡിങ് ആനിവേഴ്സറി 2 വർഷമായി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണത്തിന് നമ്മുടെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. റീൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് 31 കഴിഞ്ഞ് എല്ലാവർക്കും വയസ്സിന്റെ എനിക്ക് 18/4/2001 പറയണം. 18/4/2001. അത് ശരിയാണ് ഗൈസ്, അതും ശരിയാണ്. എന്തായാലും അവരൊക്കെ വരട്ടെ, എന്നിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ അൺബോക്സിങ് വീഡിയോ ആണ്. അനുചേച്ചിയാണ് അൺബോക്സ് ചെയ്യുന്നത്. ഹാപ്പി വെഡിങ് ഗൈസ്. അങ്ങനെ മേഘ ഞാൻ അതുപോലെ വരണേ. എന്താ മേഘ, എത്ര നേരം മഴ ഉണ്ടായിരുന്നു നിങ്ങക്ക്? പുറത്തിറങ്ങി നോക്ക്. അതെ അതെ അതെ, ഞങ്ങള് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഭയങ്കര ഫാനാണേ. അല്ല, നോർത്ത് ഇന്ത്യയിലെ കുറച്ച് കപ്പിൾസ് ഉണ്ട്, അവരെ വെല്ലാൻ വേണ്ടിട്ട് അതെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നതാണ് മാഗിയും ചേട്ടനും. ചേട്ടൻ ഭയങ്കര തിരക്കിലാന്ന് തോന്നുന്നു. വീഡിയോ വണ്ണില്ല. മുദ്ര ശ്രദ്ധിക്കും. അത് ഇരുട്ടത്ത് മാത്രമേ പരിപാടി. സെലിബ്രിറ്റി നമ്മളെ ചാനലിന്റെ പേരാണ് പച്ചക്കുയിൽ. അതെ, നിങ്ങളുടെ വീഡിയോസ് ഭയങ്കര വൈറലായെന്ന് കേട്ടല്ലോ. ബെൻസിന്റെ റൂഫ് ടോപ്പില് കേടായതുകൊണ്ട് വെള്ളല്ലോ. അതെ, ഇവര് അത് അടക്കാൻ പറ്റിയില്ല, ബുദ്ധിമുട്ടായല്ലേ. അത് പേര് പറയണ്ട, പേര് പറഞ്ഞ നമ്മളിപ്പോ ആളെ ഫേമസ് ആക്കണ്ട. അതെ, അപ്പൊ എന്തായാലും ഇവരൊക്കെ എത്തിയിട്ടുണ്ട്. രണ്ടാളും ഇപ്പോഴും പ്രണയിച്ചോണ്ടിരിക്കുന്ന വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ ശരിക്കും. അപ്പൊ ചാറ്റൽ മഴയത്തുള്ള റൈഡ് ഇഷ്ടപ്പെട്ടിട്ടാണ്. അതെ, ബൈക്കിലും വന്നിട്ട്. അതെ, ഇത് നിങ്ങളുടെ ഊക്കലാണ് ദിവസം. നിങ്ങൾ നമ്മളിങ്ങനെ കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. സോ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചേട്ടൻ ചേച്ചിയുടെ വീഡിയോസ്. വരുമോ ചേച്ചി? മേഘ ചേച്ചി വരുമോ? മുഖത്ത് നോക്കി പറ, മേഘ ചേച്ചി വരുമോ? ചേച്ചിക്ക് നാണായത്. അതെ, ഓക്കെ ബൈ ഗൈസ്. നീ ശരി, ഇവര് ഈ ആരെ ട്രെയിനിങ് നമ്മുടെ നാട്ടൊരാള് ഇതൊക്കെ മേടിച്ചിട്ട് നമ്മുടെ അനീഷ് ബാലു വരുന്നുണ്ട്. എന്താണ് ആരാണ് കാണിച്ചു നോക്ക്, പുറത്ത് കൊടുക്ക്. എല്ലാ അനീഷേട്ടൻ നിങ്ങൾ എന്താ കല്യാണത്തിനാണോ അവിടെ പ്രോഗ്രാം? അശ്വ എന്റെ അമ്മയോ, ശരിയാണ്, UK കൊണ്ട ആളാണല്ലോ. സോറി, മറന്നു. മേഘനെ അറിയാലോ, അനീഷ്. അനീഷേട്ടൻ വന്നിട്ടുണ്ട്. വാച്ച് കെട്ടിയിട്ട് ഇവിടെ പരിപാടി നടത്തിയത്. വാച്ച് ഞാൻ ലേറ്റ് എന്ന് പറയുമ്പോ വാച്ച് ആവില്ലോ. ഡിസൈനറാണ് അത് അനീഷ് ബാൽ. നമുക്ക് അനുസരിച്ചാ നമ്മുടെ അല്ലല്ല അതെ, അങ്ങനെ നമുക്കൊരു സംവിധാനം ഉണ്ട് ഇപ്പൊ. അതുകൊണ്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കും. ഇങ്ങനെ പിന്നെ എല്ലാം കണക്കാ. പോവാണ്. ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇനിയും ലൈഫ് ലോങ് കൂടുതൽ വർഷം ജീവിക്കട്ടെ. എന്ത് ഇവര് ഞാൻ പറയുന്നത്, ദൈവം അനുഗ്രഹിക്കട്ടെ.
ക്യാമറ റെക്കോർഡ് ചെയ്തോ. എല്ലാ പ്രശ്നത്തിനും വേണ്ട എന്നെ മനസ്സിലായിരുന്നു ടെൻഷനാ മാറി അത് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്താ. എനിക്ക് ലോക്കൽ ഓക്കേ അല്ലേ? ഷാർപ്പ് ഓക്കേ അല്ലേ? 1 2 3 ആ വിഷ്ണു സന്തോഷം താങ്ക് യു. ഹാപ്പി വെഡിങ്. അപ്പൊ അവരുടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നീ അനീഷനെ കുറിച്ച് രണ്ട് കുറ്റം പറയാൻ എനിക്ക് സമാധാനമുള്ളൂ. നമ്മളിതാ സൂപ്പിലാണ് നമ്മുടെ ജിനിഷേടന്റെയും അനുചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ സൂപ്പിലാണ്. ഡോക്ടർ റോബിൻ ചേട്ടൻ അല്ല ഇതൊക്കെ തല്ലി വിളിക്കും ഡോക്ടർ റോബിൻ ചേട്ടൻ സൂപ്പ് കുടിക്കുകയാണ്. നമ്മളെ കുടിക്കട്ടെ സൂപ്പ് ആദ്യം തുടങ്ങട്ടെ കേട്ടോ. ഗൈസ് കറണ്ടൊക്കെ പോയപ്പോ ഇവിടെ കാൻഡിലേറ്റ് ഡിന്നറാണ് നടന്നിരിക്കുന്നത്. ജിനിഷേട്ടൻ ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നോ? ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിരുന്നോ? സർപ്രൈസ് ആയില്ലേ? എന്നാലും ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ തീരെ പ്രതീക്ഷയില്ല കേട്ടോ. എന്നാലും കൊള്ളാം. നമ്മള് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. ഇനി കുറച്ച് പൂമ്പാറ്റൊക്കെ കൂടെ വരുന്നു പറയുന്നുണ്ട്. വരുമോ? അതെങ്ങനെ അത് അതല്ല നന്ദന വന്നപ്പോ ലേറ്റ് ഒന്നുമില്ല അപ്പൊ പോയതാ. ചിലപ്പോ അനീഷേട്ടൻ ഇങ്ങനെ മറ്റേ എന്താ കുന്തിരിക്കുന്നത് അറിയില്ല. അത് ഞാൻ പിന്നെ പറയുന്നില്ല. അനീഷേട്ടനോട് ഞാൻ ചെവിട്ടില് പറയാം ഗൈസ്, അതായിരിക്കും നല്ലത്. പറയുന്നില്ല, നിങ്ങളെ കാണണ്ട അങ്ങനെ. അപ്പൊ അതാ ഇവിടെ സൂപ്പ് കുടിക്കിയ വിഷ്ണു. നമ്മുടെ പൂമ്പാറ്റകൾ വരുന്നുണ്ട്, പാറ്റകൾ. സമാധാനം ഇന്ന് കേട്ടുള്ളൂ അനീഷേട്ടന്റെ സ്വഭാവം എല്ലാവർക്കും. ഓക്കെ ബൈ. അതെ ഗൈസ് നമ്മുടെ ലോലിപ്പോപ്പ് വന്നു തോന്നുന്നു അല്ലേ? വന്നിട്ടുണ്ട് ലോലിപ്പോപ്പ് ഞാൻ ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് കഴിക്കട്ടെ കേട്ടോ. അവിടെ ഫുള്ള് വർത്താത്തില്ലേ, ഞാൻ കഴിച്ചു കൊടുക്കട്ടെ. നീഷ് എന്ന് പറഞ്ഞത് ഇഷ്ടം അപ്പൊ എല്ലാം സൂപ്പറിൽ ഇതൊന്നും ആയിരുന്നില്ല ഗൈസ് ഇങ്ങനെ പറയുന്നത്. നമ്മളിങ്ങനെ ഫുഡ് കഴിക്കട്ടെ. വിശക്കുന്നുണ്ട്. എന്റെ വിഷ്ണു നീ കഴിക്കും. ജോസ് കഴി. ജോസിന് ഒരു നേരത്തെ ആഹാരം മേടിച്ചിരുന്നത് വലിയ നിർബന്ധമായിരുന്നു. ഒരു സ്പൂണ് മതിയാവനെ. റൈസ് മാത്രല്ല കേട്ടോ, ഞാനൊക്കെ ഉണ്ട്. ചേട്ടാ ഞാൻ എന്താണ് മൊത്തം ചേട്ടാ നിങ്ങളതാണ് നമുക്ക് സന്തോഷം. എന്നാ നോക്ക് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് ഇവരുടെ ഫുഡ് ഐസ്ക്രീമിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരുടെ സ്പെഷ്യലാണ് കേട്ടോ ഫുഡ് ഐസ്ക്രീം. റോയൽ റെസ്റ്റോറൻറ്റ് നമ്മുടെ ചേട്ടൻ ഇവിടെ ചേട്ടൻ അങ്ങോട്ട് പോയി ഓടി. ഫുഡ് ഐസ്ക്രീം നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഇവിടുത്തെ മുമ്പ് കഴിച്ചിട്ടുണ്ട് ഫുഡ് ഐസ്ക്രീം. നല്ല ടേസ്റ്റ് ആണ്. ആ ടേസ്റ്റ് തന്നെയാണോ നമുക്ക് ഇപ്പൊ നോക്കാം അല്ലേ? ഓക്കെ എന്തായാലും വരട്ടെ. ഓക്കെ അങ്ങനെ ഫുഡ് ഐസ്ക്രീമിന്റെ ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ഐസ്ക്രീമിനായി വെയിറ്റിംഗിലാണ്. ഇവരെല്ലാവരും ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ആണോ? അപ്പൊ നമുക്ക് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഒരാൾക്ക് ക്യാൻസൽ. അതെ ഒരാൾക്ക് വേണ്ട. അങ്ങനെ പുട്ട് വന്നിട്ടുണ്ട്. അനീഷേട്ടൻ തള്ളണ പോലെ പുട്ടിപ്പ് തള്ളും. എന്റെ പോലെ തള്ളലല്ല, കറക്റ്റ് ഒരു പുട്ട വരുന്നത്. കറക്റ്റ് പുട്ട. ഡിസ്പ്ലേ കുഴപ്പമില്ല. ഡിസ്പ്ലേ ഫോണാ. ഓ മൈ ഗോഡ് സൂപ്പർ. മാംഗോ ഫ്ലേവർ ഏതൊക്കെ ഫ്ലേവർ? വാനില, ചോക്ലേറ്റ്, പിസ്ത. ഓക്കെ ബട്ടർസ്കോച്ച് ഓക്കെ. ചോദിച്ചില്ല അവിടെ ചോദിച്ചു കഴിഞ്ഞു. ഓക്കെ അതാണ് എനിക്കിഷ്ടം. നമുക്ക് കഴിച്ചോക്കാം ഗൈസ്. എങ്ങനെയുണ്ട്? ഐസ്ക്രീം തണുപ്പുണ്ടല്ലേ? ഞാൻ പറഞ്ഞിരുന്നു ബ്രോയിലിന്റെ അതിന്റെ വീഡിയോ ഇല്ല. ഓക്കെ 3000 കട്ട് ചെയ്തോളൂ. നല്ല ടേസ്റ്റ്. ഗൈസ് അവരങ്ങനെ പോവാണ്. ബൈ. ഞാനും പോവാ. നിങ്ങൾ പോണില്ലേ? നിങ്ങളുടെ അനീഷയുടെ പാത്രങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പോണില്ലേ? അഞ്ചു വരില്ല. നന്ദന ഈ വ്ളോഗിന് ശേഷം ഈ പാത്രമൊക്കെ കഴുകി വെച്ച് പതുക്കെ വരുള്ളൂ. ഓക്കെ ബൈ. വിഷ്ണു എന്താ അവിടെ പോവാം. ചേട്ടൻ വരെ പോട്ടെ. ബൈ ബൈ ബൈ. ഇവരൊന്നും പോണില്ലേ? നിങ്ങൾ എന്ത് രണ്ടാളും പാത്രം അപ്പൊ ഗൈസ് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കാണ്. അപ്പോ നമ്മുടെ ബർത്ത്ഡേ ഞാൻ വീണ്ടും ഇവിടെ പറയണം. വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച് ചെലവൊക്കെ തന്ന ജിനീഷേനും മനുഷ്യനും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ റോയൽ റെസ്റ്റോറന്റ് താങ്ക് യു സോ മച്ച്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചേട്ടാ കാണിക്കാണ്ട് കൂടെ ബൈ ബൈ പറഞ്ഞോ. ബൈ.